വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ടിപ്സും ആയിട്ടാണ് കേട്ടോ. കേടായ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ എടുത്തോളൂ. നമുക്കതിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റി പുത്തനാക്കി എടുക്കാം. അതുപോലെ തന്നെ കുക്കർ ഉണ്ടെങ്കിൽ വീട്ടിലെ ഒരു പരിധി വരെയുള്ള ജോലിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അതേപോലെ തന്നെ വേറെയും കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മൾ കുപ്പി ഗ്ലാസ്സൊക്കെ കഴുകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോകും. 2 ഗ്ലാസ് ഒരുമിച്ച് അങ്ങനെ അട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റെക്കായി പോകും. പിന്നെ അത് എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നമുക്ക് വലിച്ചിട്ട് ഊരി എടുക്കാൻ പറ്റില്ല, കാരണം അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് തറയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലാബിൽ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മുടെ തലയിൽ ചീക്കുന്ന ചീർപ്പ് ഉണ്ടാവില്ല, ചീർപ്പ് നമ്മളെ തലയിലുള്ള എണ്ണമയമൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് എണ്ണമയത്തിൻ്റെ ഇതും ഉണ്ടാവും. അതേപോലെ തന്നെ കറുപ്പ് കളറ് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മളെ തലയിലൊക്കെ ഉണ്ടാകുന്ന പൊടിവെള്ളങ്ങളൊക്കെ പാറിയിട്ടൊക്കെയുള്ള അഴുക്കൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് ഈ ഒരു ചീർപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ ഈ ഒരു എണ്ണമയവും ഈ കറുത്ത അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. നമ്മളെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് കേട്ടോ. ഇതല്ലാതെ നമുക്ക് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകാം, പക്ഷേ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ പൗഡർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കുക്കർ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ ടിപ്പിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതായത് എൻ്റെ വീട്ടിലെ കുക്കറാണ്. ഒരുപാട് കുക്കറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനെ കൊണ്ട് തന്നെ ഒരു കുക്കറേ ഉള്ളൂ, അധികം പാത്രങ്ങളൊന്നുമില്ല. നമ്മളെ വീട്ടിലാകുമ്പോൾ 2-3 ഒക്കെ കുക്കറുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ കേടായ കുക്കറും ഉണ്ടാവും. അപ്പോൾ കേട്ടോ ഇപ്പോൾ ഇതിൽ ഈ ഒരു കുക്കറിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മോക്ക് വേണ്ടി പൊടിയേറി കഞ്ഞിയൊക്കെ വെക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ പൊന്തി വരും. അതേപോലെ തന്നെ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആദ്യം തന്നെ ഈ ഒരു വിസിൽ ഊരി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ചില വിസിലിൻ്റെ മുകൾ ഭാഗവും അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ചിലതിൻ്റെയൊക്കെ അങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ മുട്ടുസൂചിയോ അല്ലെങ്കിൽ പിന്നോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പരിപ്പിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആണ് ഈ ഒരു വിസിൽ വരാതെയൊക്കെ ഇരിക്കുന്നത്. വിസിൽ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമാണ്, കുക്കർ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴും ഇത് തന്നെയാണ്. കുക്കറങ്ങ് മുകളിലോട്ട് പൊട്ടിത്തെറിച്ചിട്ട് മുകളിലുള്ള ഈ ഒരു സീലിങ്ങൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ട് കിടക്കുക കേട്ടോ. എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു വിസിൽ ഇങ്ങനെ ഊരിയിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ഒരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ, ബ്രഷ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ അഴുക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വെള്ളത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ആ ബ്രഷ് ഉപയോഗിച്ചപ്പോഴാണ് നന്നായിട്ട് അഴുക്കൊക്കെ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് എന്ന് പറയുന്നത് നമ്മളെ പൊടിയേരി കഞ്ഞി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഞാൻ പൊടിയേരി കഞ്ഞി വെക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക. പൊടിയേരി കഞ്ഞി വെക്കുമ്പോൾ ഒരിക്കലും വിസിൽ വരാറില്ല, കാരണം അതിങ്ങനെ എന്തോ കളിക്കും. വിസിൽ വരാതെ പുറത്തേക്കൊക്കെ ആയി പോവുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പിന്നെ വിസിലിന് ഈ ഒരു പ്രോബ്ലം വന്നിട്ടില്ല കേട്ടോ. പരിപ്പ് വെച്ചാലായാലും അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട് പൊടിയരിയൊക്കെ വെച്ചാലായാലും നല്ലപോലെ വിസിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ കുക്കറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യവും വരില്ല കേട്ടോ, കടയിൽ കൊടുത്തിട്ടൊന്നും. അപ്പോൾ ഇങ്ങനത്തെ കേടായ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് അഴിച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ ഒന്ന് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ബ്രഷൊക്കെ ഇട്ട് കഴുകുക. അതേപോലെ തന്നെ സൂചിയോ അങ്ങനെ എന്തെങ്കിലും മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കാണ് കേട്ടോ മൊത്തം ഈ വെള്ളത്തിലുള്ളത്. വിസിലിൻ്റെ അടിയിലേക്ക് എന്തായാലും ഉറപ്പായിട്ടും കരടൊക്കെ എന്തായാലും കുടുങ്ങും. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വിസിൽ പിന്നെ വർക്കാവുകയില്ല. അപ്പോൾ ഞാൻ വിസിൽ അവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിൻ്റെ മൂടീൻ്റെ ഈ ഒരു ഭാഗമില്ല, അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് പിന്ന് വെച്ചിട്ടൊന്ന് നോക്കുക. ഈ ലെഡിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പിന്ന് വെച്ചിട്ട് അതിന് കുഞ്ഞു ഹോൾസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയാൽ ആവി പുറത്തേക്ക് വരത്തില്ല കേട്ടോ. അതേപോലെ തന്നെ കുക്കറിൻ്റെ മൂടീൻ്റെ ഉള്ളിൽ കൂടെ വിസിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വിസിൽ വരത്തില്ല. അത് കൂടാതെ നമ്മൾ വാഷറൊക്കെ ഒന്ന് ലൂസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൻ്റെ മൂടീൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആവി പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഗ്യാസും നല്ല രീതിക്ക് ചിലവാകും, നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള സാധനവും വേവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലെഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പിന്ന് വെച്ചിട്ട്
വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്ന് വെച്ചിട്ട് പോക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം അഴുക്കാണ് എൻ്റെ ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അഴുക്കൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളിങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ടൊക്കെ കഴുകിയാലൊന്നും ഈ ഒരു കുക്കറിൻ്റെ ഈ ഒരു ലെഡിൻ്റെ ഭാഗത്ത് ഈ ഒരു അരികരിക ഭാഗത്തൊക്കെ ആയിട്ട് കിടക്കുന്ന അഴുക്കൊന്നും പോവത്തില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തൂടെ വെള്ളം താഴേക്ക് ഒരു തടസ്സമൊന്നും കൂടാതെ വരുന്നോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കരടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും വേവിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ വിസിൽ വരികയും ചെയ്യും കേട്ടോ. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാർപ്പിക്ക് നമ്മൾ നേരിട്ടിട്ട് ഇങ്ങനെ ഗ്യാസ് മേലേക്കും അതേപോലെ തന്നെ സിങ്കിലേക്കും അതേപോലെ തന്നെ കുക്കറിൻ്റെ മേലേക്കൊക്കെ ഒഴിച്ചാൽ അതൊക്കെ കറുത്ത് പോകും കേട്ടോ. പിന്നെ ഒരു കളറ് അങ്ങനെ തന്നെ കിടക്കും. ഞാൻ സിങ്കിൽ ഒഴിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതെന്താ ഹാർപ്പിക്ക് എടുത്തതെന്ന് വെച്ചാൽ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഹാർപ്പിക്ക് ആകുമ്പം ഒന്ന് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ടൊന്നും ശക്തിയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അരികരിക്ക് ഇടുക്കിടുക്ക് ഭാഗത്തുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും കേട്ടോ ഹാർപ്പിക്ക് കൊണ്ടാവുമ്പോൾ. മറ്റാവുമ്പോൾ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒരുപാട് സമയം ഉരയ്ക്കേണ്ടി വരും. ഉരയ്ക്കുമ്പോൾ നന്നായിട്ട് കുക്കറിൻ്റെ മേലൊക്കെ പാടുകളും ഉണ്ടാവും കേട്ടോ, സ്ക്രാച്ചും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അരികെ ഭാഗത്തുള്ളതൊക്കെ ഈ ഒരു ഹാർപ്പിക്കിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ടാവുമ്പോൾ നല്ലപോലെ പറ്റും. അതേപോലെ തന്നെ കുക്കറിൻ്റെ ചില വിസിലിനൊക്കെ നന്നായിട്ട് കറുപ്പ് കളറ് പിടിച്ചിട്ടുണ്ടാവും. ആ കറുപ്പ് കളറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാർപ്പിക്കും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ടുള്ള ഒരു മിശ്രിതം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ എടുക്കാൻ പറ്റും കേട്ടോ. അതല്ല ഹാർപ്പിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയും അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന വിമ്മിൻ്റെ ലിക്വിഡില്ലേ അതും വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൻ്റെ മൂടിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി കരടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ആദ്യം നന്നായിട്ട് കറുത്ത് കിടക്കുന്നുണ്ടായിരുന്നു, അതൊരു തുരുമ്പിച്ച പോലെ തന്നെ. അതൊക്കെയാണ് ഹാർപ്പിക്ക് ഉപയോഗിച്ച് കഴുകിയപ്പോഴാണ് പോയത്. അപ്പോൾ അതാ നല്ലോണം ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ നോക്കാം. കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു ഇരുമ്പ് കറ പോലത്തെ ഒരു കറ പിടിച്ചെടുക്കുന്നുണ്ടാവില്ലേ, അത് നമ്മൾ എത്രത്തോളം നമ്മളെ പാത്രം കഴുകുന്ന സോപ്പ് എക്സോ ആണെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകിയാലൊന്നും പോവില്ല. ഈ ഒരു ഹാർപ്പിക്കും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ പോകും. നമ്മൾ ഈ ഒരു ഭയങ്കരമായിട്ട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് അത് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ മുഴുവനായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള അതൊക്കെ അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. ഈ ഒരു വാഷറും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വാഷറാണ്, അത് ചിലപ്പോൾ ലൂസായി പോകുന്ന സമയത്ത് രണ്ട് വഴികളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക്, നല്ല വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഈ ഒരു വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നല്ല അത്യാവശ്യം നല്ല തണുപ്പിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിലും വെക്കാം കേട്ടോ. ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വഴി ഈ ഒരു തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുക. അടുത്തതായിട്ട് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് സമയം ഇതിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആവും. ഇങ്ങനെ ഇത് ലൂസ് ആവുമ്പോഴാണ് ആവിയൊക്കെ പുറത്തൂടെ പോകുന്ന പ്രശ്നമൊക്കെ വരിക കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനതെടുത്തിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ. കുക്കർ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. വിസിലൊക്കെ നല്ലപോലെ തന്നെ ഇനി വരും കേട്ടോ. അടുത്തൊരു ടിപ്പ്, നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെക്കുമ്പം അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ദോശ നമ്മളെ ചട്ടിയിൽ പിടിച്ചിരിക്കില്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് അവിടുന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ചില ദോശയൊക്കെ നമ്മൾ ഈ ഒരു മാവ് ചട്ടിയിൽ പിടിച്ച് പിന്നെ ഈ ഒരു ദോശ നമുക്ക് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ദോശ നമ്മൾ ചുട്ടു വെക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തന്നെ നമുക്കത് ചട്ടിയിൽ നിന്ന് തിരിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ തന്നെ കുക്കറിൽ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സോഫ സെറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനതിൽ ഇതിൽ ഏഡ് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ നല്ല ലോങ് ആയി പോവും, അതുകൊണ്ടാണ്. അപ്പം പുതിയൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു ദോശമാവ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഈ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് കരിഞ്ഞു പോയതല്ല, ഇവിടെ നല്ല കറുമുറു ദോശയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്